ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നോമ്പിൻ്റെ 8-ാം ദിനമായി ഇന്ന് സഭയായി നിശ്ചയിച്ചിരിക്കുന്ന വിഷയം സ്പർശനത്തിലൂടെയുള്ള വിടുതൽ എന്നുള്ളതാകുന്നുവല്ലോ. അതിനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞു കൈനീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. കൃപയിലൂടെയും ദൈവത്തിൻ്റെ സ്പർശനത്തിലൂടെയും രോഗശാന്തി. അത് കേവലം ശാരീരിക രോഗശാന്തി മാത്രമല്ല, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ആഴമേറിയ ആത്മീക രോഗശാന്തി. നമ്മുടെ പ്രയത്നഫലം കൊണ്ടല്ല, അവൻ്റെ കാരുണ്യത്താലാണ് നാം പുനഃസ്ഥാപിക്കപ്പെടുന്നത്. 2 രാജാക്കന്മാർ 5 ശക്തനായ ഒരു യോദ്ധാവ് നയമാൻ കുഷ്ഠരോഗത്താൽ കഷ്ടപ്പെടുന്നു. യോർദാൻ നദിയിൽ 7 പ്രാവശ്യം കഴുകുവാൻ പറയുന്ന എലീശ പ്രവാചകനിൽ നിന്ന് അവൻ രോഗശാന്തി തേടുന്നു. കൽപ്പന വളരെ ലളിതമെന്ന് കരുതി ആദ്യം നയമാൻ എതിർത്തു. എന്നാൽ അവൻ തന്നെത്താൻ താഴ്ത്തുകയും അനുസരിക്കുകയും ചെയ്തപ്പോൾ അവൻ പൂർണ്ണമായി സുഖം പ്രാപിക്കപ്പെടുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ രോഗശാന്തി പലപ്പോഴും നാം പ്രതീക്ഷിക്കാത്ത വഴികളിൽ വരുന്നു. വിശ്വാസവും അനുസരണവും അവൻ്റെ അത്ഭുത പ്രവൃത്തികളിലേക്കുള്ള വാതിൽ തുറക്കുന്നു. റോമർ 3:28-31 പൗലോസ് നമ്മെ നീതീകരിക്കുന്നത് പ്രവൃത്തികളാലല്ല, വിശ്വാസത്താലാണ്. രോഗശാന്തി ശാരീരികമോ വൈകാരികമോ ആത്മീകമോ ആകട്ടെ, കൃപയുടെ ദാനമാണത്. രക്ഷ സൗജന്യമായി നൽകപ്പെടുന്നത് പോലെ ദൈവത്തിൻ്റെ പുനരുദ്ധാനവും നൽകപ്പെടുന്നു. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഭാരമോ മുറിവോ അയോഗ്യതയോ തോന്നുന്നുവെങ്കിൽ ഇത് ഓർക്കുക, ദൈവാനുഗ്രഹം മതി. അവൻ്റെ സ്പർശനത്തിന് എല്ലാ മുറിവുകളും സുഖപ്പെടുത്തുവാനും എല്ലാ പാപങ്ങൾ ശുദ്ധീകരിക്കുവാനും എല്ലാ ഹൃദയങ്ങളെ പുനഃസ്ഥാപിക്കുവാനും കഴിയും. കുഷ്ഠരോഗിയെപ്പോലെ നയമാനെ പോലെ നാം ചെയ്യേണ്ടത് വിശ്വാസത്തോടെ അവൻ്റെ അടുക്കൽ വരിക എന്നുള്ളത് മാത്രമാണ്. ഈ നോമ്പുകാലം അതിനായി നമുക്ക് ഒരുങ്ങാം. കർത്താവ് നിങ്ങളുടെ സ്പർശിക്കുകയും നിങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.